വിനയൻ, ഇപ്പോൾ AMMAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള രാജി എന്നാണ് മോഹൻലാൽ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്. എന്നെ കണക്കുള്ള ഒരു ടെക്നീഷ്യൻ അതിൽ അഭിപ്രായം പറഞ്ഞ കാര്യമില്ലെങ്കിലും ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. കാരണം അവരുടെ സംഘടനയിലുള്ള അതിന്റെ ഭാരവാഹികളായ പലരുടെയും പേരിൽ ആരോപണങ്ങൾ വരികയും ലാലിന് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്ത രീതിയിൽ ആ ഒരു സമയത്ത് അത് മൊത്തം അതിന്റെ ചുമതല വേറെ ആർക്കെങ്കിലും ഒരു കമ്മിറ്റിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് അവർ ചിന്തിച്ചു. കാരണം ഒരു പുതിയ തലമുറ ഇപ്പൊ യുവാക്കൾ പലരും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന പലരും ഒക്കെ ഇപ്പൊ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇന്നലെ പൃഥ്വിരാജ് ഒരു പത്രസമ്മേളനം നടത്തി നമ്മുടെ ജനമധ്യത്തിൽ അതൊരു വലിയ സ്വീകാര്യതയുടെ നിലപാടുകൾക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പൃഥ്വിരാജോ അല്ലെ ജഗദീഷുണ്ട്, അപ്പുറത്ത് നമ്മുടെ ഉർവശിയുണ്ട്, നമ്മുടെ പാർവതി തിരുവോത്തുണ്ട്. ഇതുപോലുള്ള വളരെ ഡിഫറെന്റ് ആയിട്ട് കാഴ്ചപ്പാടുള്ളവരൊക്കെ വരട്ടെ. അപ്പം അങ്ങനെ ഒരു തോന്നല് മോഹൻലാലിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുകയാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ജനാധിപത്യപരമായിട്ട് ചിന്തിക്കട്ടെ. ഒരു ഗ്രൂപ്പ് തന്നെ അതിന്റെ മേളിലിരിക്കുക. അതുകൊണ്ടാണല്ലോ ഈ സ്ത്രീകളുടെ അട്രോസിറ്റിക്ക് ഉപരിയായിട്ട്, സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട് വലിയ വിലക്കുകളും വൈര്യനിര്യാതന ബുദ്ധിയും ഒക്കെ ഇതിനകത്തുണ്ടെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 137 തൊട്ട് 141 വരെയുള്ള പേജുകളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഇതിന്റെ ടോപ്പിലിരിക്കുന്ന 4-5 പേർക്കൊക്കെ ഇഷ്ടമില്ലാതെ വരുന്ന ഒരാളെ അതിന്റെയൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അതുകൊണ്ടാണല്ലോ ഈ 2017 4 ലക്ഷത്തി ചില്ലുവാനം രൂപയാണല്ലോ സുപ്രീം കോടതി വരെ അപ്രൂവ് ചെയ്ത ഒരു കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി ഉണ്ടായത് ഇവർ കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അന്ന് തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ചർച്ച വരേണ്ടതായിരുന്നു. എങ്ങനെ സംഭവിക്കുന്നു ഇത്തരം വിലക്കുകളും, ആരാണ് ഇതിന് ഉത്തരവാദികൾ, ആരാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ ആൾക്കാരെന്നൊരു ചർച്ച ജനാധിപത്യപരമായിട്ട് അന്ന് തന്നെ അമ്മയിൽ വരേണ്ടതായിരുന്നു. കാരണം മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംഘടനയാണ്, ഏറ്റവും സാമ്പത്തികമായിട്ടും എന്താ പറയുക, അതിന്റെ ഗ്ലാമറും അതിന്റെ പ്രശസ്തിയും ഒക്കെ ഏറ്റവും കൂടുതലുള്ള 10-600 പേരോളം ഉള്ള ഒരു സംഘടനയാണ്. അതിനകത്ത് ജനാധിപത്യപരമായ ചിന്ത ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു മാറ്റം ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. ഇതൊരു ജനാധിപത്യപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വന്ന രാജിയായിട്ടാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇന്ന് മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു അടക്കമുള്ള താരങ്ങൾക്കെതിരെ FIR ഇട്ട ദിവസമാണ്. അപ്പോൾ ഇനിയും ആരോപണങ്ങൾ ഉണ്ടാകാം എന്നുകൂടി ആ വാർത്താക്കുറിപ്പിലുണ്ട്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നുകൂടിയുണ്ട്. ആരോപണങ്ങൾ ഉണ്ടാകട്ടെ, അവരുടെ പേരിലൊക്കെ നിയമ നടപടി ഉണ്ടാകട്ടെ, അവരൊക്കെ മാറട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ. അതൊക്കെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഈ ആരോപണം ഉണ്ടായതും ഇതിനൊരു വലിയ ഒരു പേട്രിയാക്കി അവസ്ഥ ഉണ്ടായതും ഇതിനെ ഞങ്ങൾ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള രീതി ഉണ്ടായതും ഒക്കെ വർഷങ്ങളായിട്ട് ഈ സംഘടനയിൽ വന്നതിലെ പ്രശ്നങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു വലിയ സംഘടനയ്ക്ക് മോശമായിട്ട് അല്ലാതെ സംഘടനയ്ക്കെതിരായിട്ട് സംസാരിച്ചില്ലാതാക്കുന്നതിലും നല്ലത് ആ സംഘടന നേരെയാകട്ടെ, വളർന്നു വരട്ടെ, പുതിയ നേതൃത്വം ഉണ്ടാകട്ടെ എന്നൊരു പോസിറ്റീവ് അവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇനി സ്ത്രീകൾ തലപ്പത്തേക്ക് വരട്ടെ എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു പുതിയ സമിതിയെ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അത് എനിക്ക് അങ്ങനെ തോന്നുന്നു. സംതിങ് ഡിഫറെന്റ് ആയിട്ടൊരു ഇപ്പൊ ഒന്നാമത് ഞാൻ പറയട്ടെ, സിനിമാ സംഘടനകളെല്ലാം സുഹൃത്തെ ഈ ഒരിക്കൽ കയറിയവര് വർഷങ്ങളായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ടെക്നീഷ്യന്മാരുടെ സംഘടന നോക്കൂ, 2008 വന്ന ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇപ്പൊ 2024 ഇരിക്കുന്നത്. അപ്പം ഈ നമ്മുടെ ഈ ഒരു സംഘടനയ്ക്കും സിനിമയ്ക്കും ഒന്നും അനിവാര്യത ഇന്നയാളുണ്ടേലേ നടക്കത്തുള്ളൊന്നുമില്ല. അത് ആര് വന്നാലും ആ സംഘടന വ്യത്യസ്തമായ ആൾക്കാർ വരുന്നതാണ് നല്ലത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾക്ക് കൂടുതൽ ഇനിഷ്യേറ്റീവ് കൊടുത്തുകൊണ്ടുള്ള കമ്മിറ്റി ഉണ്ടാകട്ടെ, ചെറുപ്പക്കാർ വരട്ടെ, നല്ല രീതിയിൽ അത് വരട്ടെ. കാരണം സിനിമയുടെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ്. ഞങ്ങളെ കണക്കുള്ളവർക്കൊക്കെ നാളെ എനിക്ക് ഒത്തിരി അനീതിയും വിലക്കുകളും ഒക്കെ ലഭിച്ച സംഘടനയാണെങ്കിലും ആ സംഘടന നന്നായിട്ട് വരുന്നതാണ് നാളെ എനിക്ക് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചതിന്.